ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ഈസ്റ്ററിൻ്റെ ലീവ് നമുക്ക് 4 ദിവസമുണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ, സൺഡേ. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ 4 ദിവസമാണ് ഇവിടെ ഒഴിവുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെങ്കിലും പോവാമെന്ന് ഓർത്തിട്ട് നമ്മളിപ്പോൾ പോവാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം റോഷഡിനെ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരു മൗണ്ടൻ ആണിത്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇപ്പോൾ സ്നോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്നോ മാറിയിട്ടുണ്ടാവും. നോക്കാം ഇങ്ങനെ വിളിച്ചേക്കണേ. സ്നോ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒന്ന് മലയിലൊക്കെ ഒന്ന് നടക്കാം. ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പൂവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഒരു കുഞ്ഞൊരു ട്രക്കിങ് പോലെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പോയി കഴിഞ്ഞാലേ കറക്റ്റ് എന്തായിരിക്കുമെന്ന് അറിയുള്ളൂ. സ്നോ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. സ്നോ ഉണ്ടാവാൻ വഴിയില്ല. നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 1 ആണ് കാണിക്കുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു 10, 13, 14 ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. അവിടെ 1 ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തെർമലും സംഭവമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നാലേ അറിയുള്ളൂ. അതുമല്ല, റെയിനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇനി പോയി കഴിഞ്ഞിട്ട് മഴയാണെങ്കിൽ റെയിനിങ് കാണിക്കുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും മഴ ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് ട്രക്കിങ് ചെയ്യാം. എന്താണെങ്കിലും പോവാന്ന് വിചാരിച്ചിരുന്നു. ഒഴിവല്ലേ, വെറുതെ വീട്ടിലിരിക്കണ്ട, പോവാന്നോർത്തു. അങ്ങനെ നമ്മൾ ഇറങ്ങുവാണേ. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് അങ്ങോട്ട്. പിന്നെ ട്രെയിനിൽ പോയിട്ട് മോൺട്രൂവിൽ ഇറങ്ങണം. പിന്നെ അവിടെ നിന്ന് വേറെ നമുക്ക് പോകണം കേട്ടോ. അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മവും ട്രെയിനിലിരുന്ന് ഇങ്ങനെ ഓരോ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി വ്യൂ ആണ്. ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രേപ്സിൻ്റെ തോട്ടം ഉണ്ടല്ലോ, മുന്തിരിത്തോട്ടം, അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവ പോകുന്ന വഴിയെല്ലാം. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണത് ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ലേക്കിലിപ്പോൾ ബോട്ടൊന്നുമില്ല. ഇപ്പോൾ ഫുള്ള് പ്ലെയിനായിട്ട് ലേക്ക് കിടക്കുന്നത്. ഒന്നുമില്ല. ഇനി നമ്മളവിടെ പോകുമ്പോൾ മഞ്ഞ് വീഴുമെന്നിരിക്കാനൊന്നും അറിയില്ല. മഞ്ഞ് സ്നോഫോളാണ് അവിടെ. നമ്മളിപ്പോൾ അവിടുത്തെ വെതർ നോക്കിയപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ സ്നോഫോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 11:45 ആകുമ്പോഴായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ 11:45 വരെയാണ് സ്നോഫോളും കാണിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മളവിടെ എത്തിയിട്ട് ഭംഗിയാണെങ്കിൽ സൂപ്പറായിരുന്നാല് നൈസായിരിക്കും. ഇങ്ങനെ നല്ല തണുപ്പൊക്കെ ഉള്ള അല്ലെ, ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ മഞ്ഞിൽ കൂടെ ഇങ്ങനെ ചവിട്ടി എന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. ക്രഞ്ചായിരിക്കും മഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ മോൺട്രൂവിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു കോക്ക് ട്രെയിനാണ് കേട്ടോ കയറിയിരിക്കുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മൾ ഇനി റോഷഡിനയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന നല്ല സ്റ്റീപ്പാണ് കേട്ടോ, കുത്തനെയുള്ള കയറ്റമാണ്. ഈ മൗണ്ടൻ്റെ തുമ്പത്ത് വരെയും നമ്മൾ ഈ കോക്ക് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. അങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലമേ ഇല്ല. ഈ ട്രെയിൻ എങ്ങനെ കയറി പോകുന്നു നമുക്ക് ശരിക്കും അതിശയമാവും കേട്ടോ. അത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് നമുക്ക് ഈ റോഷഡിനെ വരെയും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയിലൊന്നും മഞ്ഞൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മഞ്ഞ് ഉണ്ടാവില്ലായിരിക്കും എന്ന്. പിന്നെ ആ ഒരു സ്നോഫോൾ കണ്ടതുകൊണ്ട് ചെറിയൊരു സംശയം ഉണ്ടായി. കാരണം നമ്മൾ വെതർ നോക്കിയപ്പോൾ സ്നോഫോൾ ആണല്ലോ കാണിച്ചത്. എങ്കിലും എനിക്കിങ്ങനെ സ്നോഫോളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു പുല്ലൊക്കെ ഉള്ളൊരു പുൽമേട്ടിൽ കൂടെ നടക്കണം എന്നൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അതേ കുറച്ചും കൂടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി. കുറേശ്ശെ സ്നോ ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. അവിടെ കുറച്ചൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ നമുക്ക് ഇനിയും കുറേ ദൂരം ഇനി നമുക്ക് മുകളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പിന്നെ സ്നോ കണ്ടപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു എന്താണെങ്കിലും മുകളിൽ ഇനി സ്നോ തന്നെ ആയിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു. അതോടെ എൻ്റെ ആ ഒരു
സന്തോഷം എനിക്ക് പോയി കിട്ടി. കാരണം ഞാൻ മഞ്ഞ് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ വന്നത്. അമ്മു ഭയങ്കര ഹാപ്പി ആയിട്ടോ. സ്നോ കണ്ടതും പിന്നെ അമ്മു ഭയങ്കര ഹാപ്പി ആയേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോക്ക് ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ഇത്രയും പൊക്കത്തോട്ട് മൗണ്ടൻ്റെ പൊക്കത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ലേക്കും മൗണ്ടൻസും വീടും റെയിൽവേ പാളങ്ങളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ഏകദേശം ഒരു ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല തന്നെയാണ് കേട്ടോ. ഇനി ഫുള്ള് നമുക്ക് മേള് വരെയും ഇത് തന്നെയാണ് ഇനി ഉള്ളത്. ഫുള്ള് മഞ്ഞാണ്. അമ്മ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. മഞ്ഞത്ത് കളിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ഭയങ്കര ഹാപ്പിയായി. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ലേക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ലേക്കൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഫുള്ള് നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിരിക്കും, മഞ്ഞൊക്കെ ഉരുകി തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയായി. ഞാൻ തണുപ്പുണ്ടാവും, പക്ഷെ നല്ല പച്ചപ്പൊക്കെ ആയിരിക്കും, നല്ല പൂവൊക്കെ ഇട്ട് നല്ല ചെടികളൊക്കെ പുല്ലൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ടാവുന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇവിടെ ഫുള്ള് സ്നോ ആയിട്ടാ. അപ്പൊ എൻ്റെ ഒരു മൂഡ് പോയി. അമ്മ ഭയങ്കര ഹാപ്പിയായി. മഞ്ഞ കണ്ടപ്പോ അമ്മ ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ഇതൊരു ടണലിന്റെ ഉള്ളിൽ കൂടെ, ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്ര വിളിച്ചം. പുറത്തെത്തിയപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോ. ശരിക്കും എന്തോരം മഞ്ഞ, നല്ല ഫ്രഷ് മഞ്ഞ, സൂപ്പർ മഞ്ഞ. സന്തോഷായി ആ മഞ്ഞ കണ്ടപ്പോ. ഒരു സ്റ്റെപ്പാണ്, രണ്ട് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റോപ്പ്, ലാസ്റ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ഇനിയിപ്പോ ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട് നമുക്ക് ഇറങ്ങണതിന് മുമ്പ്. അപ്പൊ തന്നെ ഇവിടെ ഫുള്ള് മഞ്ഞ കാണുന്നത്. അപ്പൊ പിന്നെ ടോപ്പിൽ എന്തായിട്ടും മഞ്ഞായിരിക്കും. ടണല് കഴിഞ്ഞു. ഫുള്ള് മഞ്ഞ, ചുറ്റും മഞ്ഞായേ കണ്ടോ. ഫുള്ള് വൈറ്റ് മാത്രമല്ലേ കാണുന്നുള്ളൂ, ഫുള്ള് മഞ്ഞ തന്നെയായിട്ടാ. നമ്മളിത് ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ വീണ പോലെ തന്നെ സ്നോ അമ്മ നേരത്തെ പറഞ്ഞ നല്ല ക്രഞ്ചി സ്നോ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ. നമ്മളേറ്റവും തുമ്പത്തുകൊണ്ട് എത്തിച്ച നമ്മുടെ ട്രെയിൻ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളും ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ആ മൗണ്ടൻ്റെ ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ മൗണ്ടൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റാത്ത അത്രയും കാറ്റേ. നമ്മളിത് മുകളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റാ. നമ്മുടെ അപ്പയും കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ സ്നോഫോൾ ആയതാണ്, അതുകൊണ്ട് കാലൊക്കെ ശരിക്കും താഴ്ന്നു താഴ്ന്നു പോവുകയാണ് കേട്ടോ. കാണിച്ചു തരാവേ. ഉള്ളിലോട്ട് പോവാണ്. കാല് ഇതോ തണുത്തിട്ട് വയ്യ, നല്ല കാറ്റുണ്ട്. കാലൊക്കെ കണ്ടോ, പൂന്ന് പൂന്ന് താഴോട്ട് പോവാണ്. തണുപ്പ് കൈയൊക്കെ ഇല്ലേ ഐസായി പുറത്തിട്ടിട്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഓ, കാലിൻ്റെ ഉള്ളിലൊക്കെ സ്നോ കയറി. ഒരു 10 മിനിറ്റ് മഞ്ഞത്ത് നിന്നപ്പോഴത്തേക്കും നമുക്ക് മതിയായ. മഞ്ഞ് മാത്രമല്ല തണുപ്പും കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുണ്ടായില്ലേ. നമ്മൾ വന്ന ദിവസം ശരിക്കും പണി പാളിപ്പോയിട്ടോ. ഭയങ്കര കാറ്റ്, നിൽക്കാൻ പറ്റുന്നില്ല.
അയ്യോ കാറ്റടിച്ചിട്ടും തണുത്തിട്ടുമില്ലേ, കയ്യൊക്കെ ഐസായിപ്പോയേ, ഫുള്ളായിട്ട് ഐസായിപ്പോയി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളൊരു 5 മിനിറ്റ് പോലും നിന്നില്ല അല്ലേ, വേഗം കയറി. ഷൂവിൻ്റെ ഉള്ളിലും മഞ്ഞ് കയറി. അയ്യോ, നമ്മൾ ഇത്ര സ്നോ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ സ്നോ, ഞാൻ വരണ വഴിക്ക് പറഞ്ഞില്ലേ സ്നോഫോൾ കാണിക്കുന്നുണ്ടെന്ന്, ആ സ്നോ ആണ്. ഇപ്പോൾ വീണ സ്നോ ആയതുകൊണ്ട് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ ഇങ്ങനെ താഴ്ന്നു പോവുക. അതല്ല ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. കാറ്റ് വന്നിട്ട് മുഖത്തോട്ട് ഡയറക്റ്റ് അടിക്കുന്നേ. പിന്നെ പോരാത്തതിന് ഷൂ നമ്മുടെ മഞ്ഞിലോട്ട് പോകുമ്പോൾ കാലൈസാവും. എന്നാലും കാറ്റ് മറ്റേ മുഖത്തോട്ടെല്ലാം അടിക്കണം. അപ്പോൾ മുഖം ശരിക്കും കുത്തണ വേദന, ഇങ്ങനെ കുത്തില്ല, അതേ വേദനയാണ്. അങ്ങനെ ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് നമ്മളിത് അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ചൂട് കിട്ടിയപ്പോഴാണ് സമാധാനമായത് കേട്ടോ. പിന്നെ കുറേ നേരം റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോയിട്ടോ, എന്താണേലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കുറച്ച് നേരം കൂടെ മഞ്ഞത്തൊക്കെ കളിച്ചിട്ടാണ് വന്ന്. നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല, കാറ്റുമുണ്ട്. എന്നാലും നമ്മൾ പോയി കുറേ നേരം മഞ്ഞത്ത് കളിച്ചു. നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മൂന് നഗ്ഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും വെജീസും ഹാമും. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. സൗമ്യ, എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഇഷ്ടമായത്, ഹാമാണോ നഗറ്റ്സ് ആണോ ഇഷ്ടമായത്? എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ പുതിയതായിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. മഞ്ഞു വരുന്ന ജോലിയാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണ്. നീ തന്നെ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞത്തോട്ട് തന്നെ. അത് നമ്മുടെ ബോഡി ചിലപ്പോൾ ചൂടായിട്ടായിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മഞ്ഞത്തോട്ട് തന്നെ വന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്, വീഡിയോയിൽ ഫുള്ള് കാറ്റിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതും ഒന്നും കേൾക്കുന്നില്ല. ഭാഗ്യത്തിന് നമ്മൾ മറ്റേ വിൻ്റർ ഷൂ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. സ്നോയിലൊക്കെ ഇടാൻ പറ്റുന്ന ആ ടൈപ്പ് ഷൂ ഇട്ടിട്ടാണ് വന്നത്. വെറുതെ ഇട്ടതാണ്, ഇനിയിപ്പോൾ തണുപ്പുണ്ടെങ്കിലോ എന്നോർത്ത് എടുത്തിട്ടതാണിത്. അതെന്താണേലും നന്നായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കാനെങ്കിലും പറ്റിയില്ലെങ്കിൽ പിന്നെ ഫുള്ള് നമ്മൾ സ്ലിപ്പായി പോയേനെ, ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. ആരും അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ, കാറ്റ് കാരണം. നമ്മളിവിടെ മുമ്പും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ സ്നോയുടെ ടൈമിലാണ് വന്നത്. അന്ന് പക്ഷേ കാറ്റുണ്ടായില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ സ്നോയിലൂടെയൊക്കെ നടക്കാൻ. അപ്പോൾ ആ സ്കീയിങ്ങിൻ്റെ ഒക്കെ ടൈം ആയിരുന്നു. ഇപ്പോൾ സ്കീയിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, മഞ്ഞൊക്കെ കുറഞ്ഞതുകൊണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കാറ്റ് കൊണ്ടാണ് നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാണ്ടായതേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, സാധാരണ ഇപ്പോൾ ഇത്രയും കോടയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം വ്യൂ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ലേക്കിൻ്റെയൊക്കെ വ്യൂ നമുക്ക് ശരിക്കും കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ളിങ്ങനെ ഒരു കോട മൂടിയത് കൊണ്ട് നമുക്ക് അധികം കിട്ടുന്നില്ല. പക്ഷെ കാറ്റുള്ളതുകൊണ്ട് ഇത് കോട പെട്ടെന്ന് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വന്ന് മൂടും. അങ്ങനെയാണ്. അമ്മൂനെയൊക്കെ കണ്ടാൽ തണുത്ത് വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ, അത്രയ്ക്കും കാറ്റുണ്ട്. അമ്മൂനെ നടക്കാൻ പറ്റാതെ അമ്മ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. കേട്ടോ അമ്മൻ്റെ പകുതി കാലം മഞ്ഞിൻ്റെ ഉള്ളിലാണ്. ഞാൻ പിന്നെ ദേ അവിടെ തണുത്ത് വിറച്ച് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റും. അങ്ങോട്ട് മഞ്ഞില്ല, പക്ഷെ നമ്മൾ പോയില്ല കേട്ടോ.
അങ്ങനെ നമുക്ക് ഒട്ടും സഹിക്കാണ്ടായപ്പോൾ നമ്മൾ വീണ്ടും ഇത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ റെയിൽവേ ട്രാക്കിൻ്റെ നമ്മൾ വന്ന് ഇറങ്ങിയ ആ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് കാറ്റില്ല, മുകളിലാണ് അത്രയും കാറ്റുള്ളത്. അപ്പോൾ പിന്നെ നമ്മളതേ കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് കളിച്ചു. ഇവിടെ അധികം കാറ്റില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് മഴയും ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ നമ്മുടെ ഇങ്ങനെ വെള്ളമായിട്ടല്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഉപ്പൊക്കെ ഇല്ലേ അതുപോലെയാണ് ചാറിക്കൊണ്ടിരുന്നത്. തണുപ്പുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെ നിന്ന് കളിച്ചു. ഇവിടെ നിന്ന് കുറേ നേരം മഞ്ഞത്ത് ഇങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ടണലുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായില്ല. ഉള്ളിൽ കൂടെ നടക്കുകയാണ്. നമ്മളത് ടണലിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ അറ്റത്ത് എന്താണെന്ന് ശരിക്കും നമുക്കറിയില്ല കേട്ടോ. പോയി നോക്കട്ടെ എന്താണെന്ന്. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കണ്ണ് വേദന എടുക്കുന്ന വ്യൂ പോയിൻ്റാണ്. ആ ലേക്കൊക്കെ കാണുന്നുണ്ട്. ആ ഇവിടെ പണ്ട് റെസ്റ്റോറൻറ്റ് എന്തോ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കണ്ടോ ഇപ്പം അടച്ചിട്ടേക്ക്. പുറത്തോട്ടായിരിക്കും. അത് വ്യൂ പോയിന്റാ. അങ്ങനെ ആ ടണലിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം സ്ഥലം തന്നെ, പക്ഷെ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സേഫായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സൈഡ് റെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് വലിയ പ്രശ്നമില്ല. മറ്റേതവിടെ സൈഡ് റെയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ തുമ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കവിടെ നിൽക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നേ. ഇവിടെ സൈഡ് റെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി കുറച്ചും കൂടെ മുകളിലോട്ട് പോയാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്. അതല്ലാതെ തന്നെ ഈ മൗണ്ടൻ്റെ കുറച്ചും കൂടെ പീക്കിലോട്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ കാറ്റുകൊണ്ട് നമുക്ക് ഒട്ടും പറ്റുണ്ടായില്ല കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഇത്ര നേരം നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ട സ്ഥലമാണ് ഇത്. ഇത് കണ്ടോ, കോട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫുള്ളായിട്ട് മൂടിപ്പോവേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ക്ലിയർ ആവും. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഫുൾ വ്യൂവിൽ എടുത്തോണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കണ്ടോ നല്ല കാറ്റുണ്ട്, കോട ഇങ്ങനെ കയറി. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് വ്യൂ, അടിപൊളി വ്യൂ. ലേക്കും നല്ല തണുപ്പുണ്ട്, അത് വേറെ കാര്യം. നമുക്ക് സൂപ്പറായിട്ട് ലേക്ക് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ അതേ വീടുകളും മരങ്ങളും മലകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൂപ്പർ വ്യൂ. തണുത്തിട്ട് സംസാരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലേ, നാക്കൊക്കെ മറ്റേ കൂടി കൂടി പോവുകയാണ്. അത്രയും തണുപ്പുണ്ട് കേട്ടോ, സംസാരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. മറ്റേ 2 പെഗ്ഗൊക്കെ അടിച്ച് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ മൗണ്ടനിലെ എല്ലാ കാഴ്ചകളും കണ്ടു, കുറേ നേരം മഞ്ഞത്ത് കളിച്ചു, നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ കണ്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചതേ പോവുകയാണ് കേട്ടോ. കറക്കമൊക്കെ കഴിഞ്ഞു, ഈ കണ്ണൊക്കെ ചോന്നു. നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ ദേ മഞ്ഞിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ പച്ചപ്പിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇത് കണ്ടപ്പോൾ തന്നെ എന്തൊരാശ്വാസം. ആ തണുപ്പിന്ന് ട്രെയിനിൽ കയറി നമുക്കൊരു കുറച്ച് ചൂട് കിട്ടിയപ്പോൾ തന്നെ മുക്കാലും സമാധാനമായിട്ടോ. പിന്നെ ആ ഒരു മഞ്ഞ് മാറി ഈ ഒരു പച്ചപ്പും പിന്നെയും ഇങ്ങനത്തെ ഒരു ലേക്കും സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മൾ.
അപ്പോൾ അത് പിന്നെ നമ്മളതിങ്ങനെ താഴോട്ടിങ്ങനെ പതുക്കെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ ശരിക്കും ഭയങ്കര എന്താ പറയുക, അത്ഭുതമാണ് കേട്ടോ. ഇത്രയും കയറ്റമൊക്കെ ഇത്രയും ആൾക്കാരെയും കൊണ്ട് ഈ ട്രെയിൻ കയറി ഏത് പൊക്കത്ത് എത്ര ഹൈറ്റിലാണെങ്കിലും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കും. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് നമ്മളെ താഴത്ത് എത്തിക്കും ചെയ്യും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് വ്യൂ ആണെങ്കിലും മഞ്ഞാണെങ്കിലും ഈ ട്രെയിനിലുള്ള യാത്രയാണെങ്കിലുമൊക്കെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ് കേട്ടോ നമുക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടെ പോകുമ്പോഴും അതുപോലെ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ മിക്കപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയായിരിക്കും കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മൾ ഈ ഞാനൊക്കെ ഫസ്റ്റ് വേറെ രാജ്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് സഞ്ചാരത്തിലൂടെയാണ്. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ ഓർമ്മയിൽ മിക്കപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പണ്ടൊക്കെ ആണെങ്കിലും സ്വിറ്റ്സർലൻഡൊക്കെ നമുക്ക് ഭയങ്കര സ്വപ്നഭൂമിയാണല്ലോ. ഒരിക്കൽ പോലും കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീഡിയോസിലും അതുപോലെ ഫോട്ടോസിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ മോൺട്രൂന്ന് റോഷഡിനെ വരെയുള്ള ട്രെയിനിൻ്റെ ടൈമിങ് എല്ലാ മണിക്കൂറിലും ഓരോ ട്രെയിൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് സീസണാണ് കേട്ടോ. സ്കീയിങ്ങിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കൂടുതലും തിരക്കുണ്ടാവാറുള്ളത്. അതുകൊണ്ടാണോ ഇങ്ങനെ 1 മണിക്കൂർ കൂടുമ്പോൾ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ പോയ ഈ സമയത്ത് 1 മണിക്കൂർ കൂടുമ്പോഴാണ് ട്രെയിൻ ഉള്ളത്. അല്ലാത്ത സമയത്ത് അരമണിക്കൂർ ഇടവിട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നമ്മളിതിന് മുമ്പ് പോയ സമയത്ത്. കാരണം സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ അധികം അങ്ങനെ ആൾക്കാർ വരാത്തൊരു ടൈമാണ്. സ്കീയിങ്ങാണ് കൂടുതലായിട്ടും ആൾക്കാരോട് പ്രിഫർ ചെയ്യുന്നത് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നതാണെങ്കിലും സ്കീയിങ്ങിൻ്റെ സമയത്ത് വിൻ്റർ ടൈമിലുള്ള അത്ര തിരക്കൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് മലകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുമ്പത്ത് മാത്രമേ ഇപ്പം മഞ്ഞുള്ളൂ. ബാക്കി അധികം മഞ്ഞൊന്നുമില്ല, എല്ലാം ഉരുകി തീർന്നു. വിൻ്റർ ഇവിടെ തീർന്നല്ലോ. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് സീസൺ ആയിട്ടുണ്ടല്ലോ. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് മാത്രമേ കുറച്ച് മഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഉരുകി തീർന്നിട്ടുണ്ട്. നമ്മളിതേ ഇപ്പം നേരെ താഴെ മോൺട്രൂവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൗണ്ടൈൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ താഴെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിൻ്റെ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ലേക്കാണുള്ളത്, മോൺട്രൂ ലേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലേക്കിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടുത്തെ ട്രെയിനുകളിൽ നമുക്കിങ്ങനെ സ്ഥലം ഏത് ടൈമിലാണ് അവിടെ എത്തുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ സ്ഥലം എവിടെയാണ്, ഇറങ്ങേണ്ട സ്ഥലം ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.